ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അതിസുന്ദരമായ 115ഓളം ദ്വീപുകളുള്ള ദ്വീപ് സമൂഹ രാജ്യമാണ് സീഷെൽസ്. ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് സീഷെൽസ്. വെളുത്ത മണൽ തീരങ്ങളും സ്ഫടിക സമാനമായ നീലക്കടലും ഈ രാജ്യത്തെ ലോക പ്രശസ്തമാക്കുന്നു. പ്രകൃതി സൗന്ദര്യവും സമാധാനപരമായ അന്തരീക്ഷവും സീഷെൽസിൻ്റെ പ്രത്യേകതയാണ്. വിക്ടോറിയയാണ് തലസ്ഥാനം. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ക്രിയോൾ ഭാഷകളാണ് പ്രധാനമായും സംസാരിക്കുന്നത്. സഞ്ചാരികൾക്ക് സ്വർഗസമാനമായ അനുഭവം നൽകുന്ന ഒരു അത്ഭുത രാജ്യമാണ് സീഷെൽസ്. പടിഞ്ഞാറ് ഭാഗം സാൻസിബാർ, തെക്ക് മൗറീഷ്യസ്, റിയൂണിയൻ, തെക്ക് പടിഞ്ഞാറ് കൊമോറസ്, മയോട്ട്, വടക്ക് കിഴക്ക് മാലിദ്വീപ് എന്നിവയാണ് സീഷെൽസിന് അടുത്തുള്ള രാജ്യങ്ങൾ. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് നിരവധി ഇന്ത്യക്കാർ സീഷെൽസ് ദ്വീപുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജോലിക്കായി കുടിയേറാൻ തുടങ്ങി. ഒടുവിൽ അവർ മറ്റ് ഏഷ്യക്കാരുമായി ഒരു വ്യാപാര വിഭാഗം രൂപീകരിച്ചു. കുടിയേറ്റം കാരണം ഈ ദ്വീപുരാഷ്ട്രം വൈവിധ്യപൂർണ്ണമാണ്. 1,00,000-ൽ പരം ജനസംഖ്യയുള്ള ഈ രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 2% ഹിന്ദുക്കളാണ്. എന്നിരുന്നാലും ജനസംഖ്യയുടെ ഏകദേശം 6% ഇന്ത്യക്കാരാണ്. സമീപ വർഷങ്ങളിൽ അവരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സീഷെൽസിൻ്റെ തലസ്ഥാനമായ വിക്ടോറിയയിലെ പ്രശസ്തമായ സർ സെൽവിൻ ക്ലാർക്ക് മാർക്കറ്റിന് സമീപമുള്ള ക്വിൻസി സ്ട്രീറ്റിലാണ് ശ്രീ നവശക്തി വിനായകർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുടെ പശ്ചാത്തലത്തിൽ വേറിട്ടു നിൽക്കുന്ന ഈ ശ്രദ്ധേയമായ ഹിന്ദു ക്ഷേത്രം സീഷെൽസിലെ ഏറ്റവും അറിയപ്പെടുന്ന ആരാധനാലയങ്ങളിൽ ഒന്നാണിത്. 1992 നിർമ്മിച്ച അരുൾമിഹു നവശക്തി വിനായകർ ക്ഷേത്രത്തിന് ഏറ്റവും സവിശേഷമായ ഘടനയാണ് ഉള്ളത്. 1992 മെയ് 6 പ്രതിഷ്ഠിക്കപ്പെട്ട ശ്രീ നവശക്തി വിനായകർ ക്ഷേത്രം 2022 മെയ് 6 30 വർഷം പൂർത്തിയാക്കി 30ാം വാർഷികം ആഘോഷിച്ചു. ഏകദേശം 200 വർഷമായി ഇവിടെ താമസിക്കുന്ന ഇന്ത്യൻ സമൂഹം സീഷെൽസിൽ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണിത്. അതിനുശേഷം മതപരവും സാംസ്കാരികപരവുമായ പരിപാടികൾ വളരെ വലിയ തോതിൽ പതിവായി നടത്തിവരുന്നു. ഈ നവശക്തി വിനായക ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഗണേശൻ അല്ലെങ്കിൽ ഗണപതി എന്നും അറിയപ്പെടുന്ന പ്രതിബന്ധങ്ങളെ അകറ്റുന്നവനും പുതിയ തുടക്കങ്ങളുടെ ദേവനുമായ ഭഗവാൻ വിനായകൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഹിന്ദുമതത്തിലെ ഏറ്റവും പ്രശസ്തമായ ദേവന്മാരിൽ ഒന്നാണ്. പ്രധാന ദേവതയ്ക്ക് പുറമെ മുരുകൻ, നടരാജൻ, ദുർഗ, ശ്രീനിവാസ പെരുമാൾ, ഭൈരവ, ചന്ദ്രശേഖരർ എന്നിവരുടെ വിഗ്രഹങ്ങളും ക്ഷേത്രത്തിൻ്റെ അകത്തെ മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പ്രത്യേക അവസരങ്ങൾ വ്യത്യസ്ത ദേവതകൾക്കായി പ്രാർത്ഥനകളും നടത്തുന്നു. വിക്ടോറിയയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു പ്രമുഖവും വർണ്ണാഭമായതുമായ അലങ്കരിച്ച ഗോപുരമുണ്ട്. ഈ ഉയർന്ന ഗോപുരം തിളക്കമുള്ള പെയിന്റ് കൊണ്ട് ചിത്രപ്പണികൾ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്നതിനാൽ ഇത് മറ്റ് കെട്ടിടങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു. ഗോപുരത്തിൻ്റെ മനോഹരമായ വാസ്തുവിദ്യയെ പ്രത്യേകം അഭിനന്ദിക്കുക തന്നെ വേണം. ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയങ്ങളിലൊന്ന് ഇവിടുത്തെ ഉത്സവ സമയത്താണ്. ഉത്സവ സമയം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വർണ്ണാഭമായതും അതിശയകരമായ ഒരു സംഭവമാണ്. വിനായക ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് നേടാം. ക്ഷേത്രം സന്ദർശിക്കാൻ മതഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. പക്ഷേ പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഷൂസ് ക്ഷേത്രത്തിന് പുറത്ത് ഊരിയിടണം. ദക്ഷിണേന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു ചെറിയ പകർപ്പാണ് വിനായകർ ക്ഷേത്രം. ആരാധനാലയത്തിന് ഗർഭഗൃഹം അല്ലെങ്കിൽ ഗർഭാശയ അറ എന്നറിയപ്പെടുന്ന ഒരു ഉൾഭാഗമുണ്ട്. അവിടെ വിനായകദേവന്റെ പ്രതിമ ഒരു ചെറിയ ശൂന്യമായ മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. അകത്തെ ശ്രീകോവിലിന് മുന്നിൽ ഒരു ചെറിയ മുൻഭാഗമുണ്ട്. അവിടെ ആരാധകർ ഒത്തുകൂടുന്നു. ഗർഭഗൃഹത്തിന് മുകളിലുള്ളതും ഏകദേശം 100 അടി ഉയരമുള്ളതുമായ അതിൻ്റെ ഗോപുരമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത. ഗോപുരത്തിൽ ഹിന്ദു ദേവതകളുടെ വർണ്ണാഭമായ രൂപങ്ങൾ
കൊത്തിവലിച്ചിരിക്കുന്നത് കാണാം. ഈ വിനായക ക്ഷേത്രം സീഷെൽസിലെ ഹിന്ദു സമൂഹത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. കൂടാതെ സ്വദേശികളും വിദേശികളുമായ ഹിന്ദുക്കളുടെയും സഞ്ചാരികളുടെയും തീർത്ഥാടന കേന്ദ്രവുമാണ്. സീഷെൽസ് രാജ്യത്തിനും രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്കും വിദേശികൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഈ ക്ഷേത്രം തലസ്ഥാന നഗരമായ വിക്ടോറിയയിലെ അറിയപ്പെടുന്ന ഒരു ലാൻഡ്മാർക്കാണ്. കൂടാതെ പ്രധാന വിനോദസഞ്ചാര ആകർഷണങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ഇത് ആരാധനാലയം മാത്രമല്ല, രാജ്യത്ത് സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വളർച്ച ഉറപ്പാക്കുന്നതിന് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രോത്സാഹനവും നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ കുട്ടികൾക്ക് മതപരവും സാംസ്കാരികവുമായ വിദ്യാഭ്യാസം നൽകുകയും എല്ലാവർക്കുമിടയിൽ സാഹോദര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന സമാനതകളില്ലാത്ത ഹിന്ദു തത്വചിന്തയെ ഉയർത്തിക്കാട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു. സ്വന്തം നാടുകളിൽ നിന്ന് മാറി താമസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ അവരുടെ മതപരമായ ആചാരങ്ങളും സാംസ്കാരിക പാരമ്പര്യങ്ങളും പിന്തുടരുക എന്നതായിരുന്നു ഇവിടുത്തെ ഹിന്ദു ജനതയുടെ ആഗ്രഹം. 1984 സീഷെൽസ് ഹിന്ദു കോവിൽ സംഘം രജിസ്റ്റർ ചെയ്ത് അസോസിയേഷൻ സ്ഥാപിക്കുകയും ക്യൂൻസി സ്ട്രീറ്റിലെ ഒരു വാടക കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ ഹിന്ദു ഭക്തർ അവരുടെ ആത്മീയ ആരാധന നടത്തുകയും ചെയ്തു. പലരുടെയും അക്ഷീണ പരിശ്രമത്താൽ ഹിന്ദു ഭക്തർക്ക് ആരാധനാലയമായി ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി സ്ഥലം വാങ്ങി. ഹിന്ദു ഭക്തരുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെയും സീഷെൽസിലെ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പിന്തുണയോടെയും 1992 നവശക്തി വിനായക ക്ഷേത്രം ശ്രീ നവശക്തി വിനായകനെ പ്രധാന ദേവനായി പ്രതിഷ്ഠിച്ചു. ക്ഷേത്ര ആചാരങ്ങൾ ക്രമേണ വിപുലീകരിച്ചു. ദിവസത്തിൽ 4 തവണ പൂജകൾ നടത്തി. ക്ഷേത്രത്തിൻ്റെ സമയക്രമവും മതപരമായ കലണ്ടറും അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വിനായകനും മറ്റ് ദേവന്മാർക്കും ദേവിമാർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ, അഭിഷേകങ്ങളും പൂജകളും നടത്തുന്നു. 5 നിലകളുള്ള ഗോപുരത്തിൻ്റെ ഇന്ത്യൻ വാസ്തുവിദ്യയും ശില്പരൂപങ്ങളും അനുബന്ധ സൗന്ദര്യാത്മക വിശദാംശങ്ങളും ചിഹ്നങ്ങളും വളരെ നിഗൂഢമാണെന്ന് പറയേണ്ടതാണ്. ഗോപുരത്തിൻ്റെ മുകളിൽ 7 സ്വർണ്ണ കലശങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൽ ഒരു കൊടിമരവും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും 3 വാർഷിക ഉത്സവ പരിപാടികൾ നടക്കുന്നു. ഒന്നാമതായി കാവടി ഉത്സവം. മതപരമായ കലണ്ടർ പ്രകാരം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് കാവടി ഉത്സവം നടക്കുന്നത്. ചരിത്രപരവും വർണ്ണാഭവുമായ ഈ വാർഷിക പരിപാടി നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നു. സീഷെൽസിലെ നിവാസികൾക്കിടയിൽ നമ്മുടെ മതപരമായ ആചാരങ്ങളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുക മാത്രമല്ല, എല്ലാവരിലും സഹിഷ്ണുത, സമാധാനം, സാഹോദര്യം എന്നീ മഹത്തായ ഗുണങ്ങൾ വളർത്തിയെടുക്കാനും ഈ ഉത്സവം സഹായിക്കുന്നു. പരിപാടിക്ക് ശേഷം എല്ലാവർക്കും പ്രത്യേക ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും.
എല്ലാ രാജ്യക്കാരായ ആളുകളും സസ്യാഹാരം കഴിക്കുന്ന അന്നദാനവുമായി ഇത് സംയോജിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ മതത്തിൻ്റെ മാതൃകാപരമായ സ്വഭാവമായ ആതിഥ്യ മര്യാദയുടെ പ്രാധാന്യത്തെ ഈ ആചാരം സൂചിപ്പിക്കുന്നു. ഈ കാവടി ഉത്സവം ഒരു ദേശീയ ഉത്സവമായി വളരെ അധികം പ്രചാരം നേടിയിട്ടുണ്ട്. ആയതിനാൽ 1998 മുതൽ സീഷെൽസ് സർക്കാർ ഇത് ഹിന്ദുക്കൾക്ക് നിയന്ത്രിത അവധി അനുവദിക്കുന്നത് തുടരുന്നു. രണ്ടാമതായി നടക്കുന്ന ആഘോഷം ഹിന്ദു രഥഘോഷയാത്ര. മതപരമായ കലണ്ടർ അനുസരിച്ച് രാത്രിയിൽ ആഘോഷിക്കുന്ന പ്രധാന ദേവനായ ശ്രീ നവശക്തി വിനായകനെ വഹിച്ചുകൊണ്ടുള്ള ഹിന്ദു രഥഘോഷയാത്ര ആഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആണ് ഇത് നടക്കുന്നത്. വർണ്ണാഭമായ പ്രകാശ പ്രകടനങ്ങളോടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ മഹത്തായ ഘോഷയാത്ര നിരവധി ആളുകളെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു. കൊടി ഉയർത്തലോടെയാണ് 10 ദിവസത്തെ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ മനോഹരമായ രാത്രി ഉത്സവം കാണാൻ ധാരാളം ആളുകൾ ഒത്തുകൂടുന്നു. ആത്മീയ ഭക്തിയോടെ പങ്കെടുക്കുന്ന എല്ലാ ഭക്തരും രഥം വലിക്കുന്നു. തുടർന്ന് അവിടെ ഒത്തുകൂടിയ ആളുകൾക്ക് കൊഴക്കട്ട നൽകുന്നു. ഇത് സീഷെൽസിൻ്റെ മണ്ണിൽ ആത്മീയതയുടെയും ഇവിടെ താമസിക്കുന്നവരുടെയും ഈ ദ്വീപുകൾ സന്ദർശിക്കുന്ന എല്ലാവരുടെയും മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നുവെന്ന് വിശ്വസിക്കുന്നു. മൂന്നാമതായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് സുബ്രഹ്മണ്യ ഭഗവാനും വള്ളിയും ദേവസേനയുടെയും ദിവ്യ വിവാഹ ആഘോഷം. ഹിന്ദു വിവാഹങ്ങളുടെ പ്രാധാന്യം രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനായി എല്ലാ വർഷവും സുബ്രഹ്മണ്യ ഭഗവാൻ വള്ളിയും ദേവസേനയും ചേർന്ന് നടത്തുന്ന ദിവ്യ വിവാഹ ആഘോഷം വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്നു. കുടുംബജീവിതത്തിൻ്റെ തത്വചിന്തയും ഈ ചടങ്ങിലൂടെ സ്ഥാപിക്കപ്പെടുന്നു. സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഈ ക്ഷേത്രത്തിന് വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. ക്ഷേത്രത്തിൻ്റെയും ഹിന്ദുമതത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ക്ഷേമം വളർത്തുക എന്നതാണ്.
ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നതിലൂടെ സീഷെൽസിലെ ജനങ്ങളെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഒരു ധാരണ വളർത്തിയെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൃഢനിശ്ചയത്തിലൂടെയും ആളുകൾക്കിടയിൽ മതപരമായ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്ഷേത്രം പരിശ്രമിക്കുന്നു. നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് വിക്ടോറിയയിലെ ക്യൂൻസി സ്ട്രീറ്റിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രം തുറക്കുന്ന സമയം തിങ്കൾ മുതൽ ഞായർ വരെ രാവിലെ 6 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ 9 വരെയുമാണ്. ഇതിൽ സമയവ്യത്യാസമുണ്ടാകാം, പ്രത്യേകിച്ച് ഉത്സവ സമയങ്ങളിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe and share.